നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം രാമകൃഷ്ണ നഗർ 5ാമത്തെ ലൈനിൽ മഴവെള്ളം കെട്ടിനിന്ന് സഞ്ചാരയോഗ്യമല്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഈ ലൈനിലുള്ള വീട്ടുകാർ. മാത്രമല്ല, ഇവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എഞ്ചിനീയറിംഗ് കോളേജിലത്തെ വിദ്യാർത്ഥിനികൾ. ഇവർക്ക് ഇതിലൂടെ വന്നു പോകുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതായി അവർ പറയുന്നു. ഈ വെള്ളത്തിൽ പാമ്പിനെ പോലും കണ്ടതായി പറയുന്നു. ചളി നിറഞ്ഞ ഇവിടെ സാംക്രമിക രോഗങ്ങൾ പരക്കുമോ എന്ന ഒരു ഭീതിയിലാണ്. മാത്രമല്ല, ആമ, മീൻ തുടങ്ങിയുള്ള എല്ലാ ജീവികളും ഇതിനകത്തുണ്ട്. ചെളി നിറഞ്ഞ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലിൽ ചൊറിച്ചിലുകൾ വരുന്നതായി ഈ വിദ്യാർത്ഥിനികൾ പറഞ്ഞു. എത്രയും വേഗം പഞ്ചായത്ത് അധികൃതരും നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഞാൻ ബാലൻ, രാമകൃഷ്ണ നഗർ 5th ലൈനിൽ 507 നമ്പർ വീട്ടിൽ ഉടമസ്ഥനാണ്. ഇവിടെ ഈ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് 10-15 വർഷമായി ഈ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഉള്ള വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ മസ്തിഷ്ക ജ്വരം, ഡെങ്കിപ്പനി, എലിപ്പനി എന്നീ സാംക്രമിക രോഗങ്ങളുടെ അതിരൂക്ഷമായ ഇത് കാരണം ഞങ്ങൾ ഒരു പരാതി 7ാം മാസത്തിൽ പഞ്ചായത്തിൽ വീണ്ടും പലവട്ടം അസോസിയേഷനും അവരെല്ലാം അയച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ പുതിയതായിട്ടൊരു പരാതി 7ാം മാസം പഞ്ചായത്തിൽ കൊടുക്കുകയുണ്ടായി. അതിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് വീണ്ടും ഒരു പരാതി നൽകുകയും അത് കളക്ടർ കിട്ടിയ ശേഷം അത് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്തു. അതിനുശേഷം യാതൊരു നടപടിയും ഈ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ തിക്ത അനുഭവമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു താമസിക്കുന്ന ഒരു റിട്ടയർഡ് റെയിൽവേക്കാരൻ ഈ വെള്ളക്കെട്ടിലൂടെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് സ്കിഡായി വീഴുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിക്കും കാര്യങ്ങളും രോഗങ്ങളും വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. ഇതിൻ്റെ തിക്ത അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പലവട്ടം ഞങ്ങൾ ആവർത്തിച്ച് പഞ്ചായത്ത് മെമ്പറിനോടും മറ്റുള്ള പഞ്ചായത്തിനോടും പല നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ ഒരു 10-25 വർഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കുറേ കാലങ്ങളൊക്കെ വെള്ളം അങ്ങനെ പല വഴിക്കൊക്കെ ഒഴുകിപ്പോയി. ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് തീരെ വെള്ളം പോണില്ല. അതും ഈ വർഷം ഒട്ടും എന്തായാലും വെള്ളം വറ്റി പോണില്ല. അപ്പോൾ എനിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഇത്തിരി വയ്യാതൊക്കെ ഇരുന്നു. മൂപ്പർക്ക് സ്കൂട്ടറൊന്നും എടുത്തിട്ട് പോകാൻ പറ്റിയില്ല. 1-2 പ്രാവശ്യം സ്കൂട്ടറൊക്കെ എടുത്ത് പുറത്ത് പോയപ്പോൾ സ്കിഡായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഇൻറ്റേർണൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം മൂപ്പര് ഈ ബുധനാഴ്ച നിര്യാതപ്പെടുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചടങ്ങുകൾ നടത്തുന്ന സമയത്ത് ആൾക്കാർ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ ആൾക്കാർ വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ജെല്ലിയും കൂടി അടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ കളക്ടർക്ക് പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഇതിനൊരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ നന്നായിരുന്നു. ഈ അവസാന സമയത്ത് ഹസ്ബൻഡിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ വണ്ടികളൊന്നും വരില്ല. വണ്ടികൾ വന്നാൽ അതിൻ്റെ സൈലൻസറിൽ വെള്ളം കയറും പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ പോലും എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ മൂപ്പരെ ഈ വെള്ളത്തിൽ കൂടെ നടത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലും കൂടെ കയറ്റിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ നാളെയും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വയ്യായികകളൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടാണ് അത് തോന്നുന്നത്. ഒരു വീട്ടമ്മയുടെ ദുഃഖകരമായ ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്. ഈ വീടിന് മുന്നിലെ ചളിയിൽ വീണാണ് ഈ വീട്ടമ്മയുടെ ഹസ്ബൻഡ് അപകടത്തിൽപ്പെട്ടത്.
തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒന്നും വാഹനങ്ങൾ പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനൊരു നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിൽ ചളിയിൽ വീണാണ് ഇവരുടെ ഹസ്ബൻഡിന് അപകടം പറ്റിയത് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. ഇനിയും ഇതേമാതിരിയുള്ള ധാരാള സംഭവങ്ങൾ തിക്താനുഭവങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല, ഈ പരിസരത്ത് ധാരാളം NSS എഞ്ചിനീയറിംഗ് കോളേജിലത്തെ വിദ്യാർത്ഥിനികൾ താമസിക്കുന്നുണ്ട്. അവർക്കും ഈ നടപ്പാത ഉപയോഗിച്ച് പലവിധ ചർമ്മരോഗങ്ങളും പാമ്പ് മറ്റുള്ള ക്ഷുദ്രജീവികളെ കൊണ്ടുള്ള ശല്യങ്ങൾ അത് ഉണ്ടാവാറുണ്ട്. അവരും പലവട്ടം പരാതി പറയുകയുണ്ടായി. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുട്ടികളും ഇതേമാതിരി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാതയിലൂടെ നടക്കാൻ ഭയപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ച് ഇതിനൊരു പരിഹാരം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കുറെ കാലമായി വെള്ളം നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ വെള്ളത്തിൽ ഇനി ഇല്ലാത്ത ജീവികളില്ല. പാമ്പ്, ആമ, തവള, മീൻ എല്ലാത്തിനും കിട്ടുന്നുണ്ട്. ഞങ്ങളിവിടെ കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ 3rd ഇയറാ, ചേച്ചിമാർ 4th ഇയറാ. അപ്പം പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നവരാ. ഇവിടെ വാടകയ്ക്ക് ഇരിക്കുകയാണ്. വാടകയ്ക്ക് ഇരിക്കുന്നവരാ. അപ്പം ഈ വെള്ളത്തിൽ കൂടെ പോകുമ്പം ഇപ്പൊ കാലിന് തന്നെ പല അസുഖങ്ങൾ വരുന്നുണ്ട്. കൊതുക് അങ്ങനെ തുടങ്ങിയ വല്ല മാറാരോഗം വരുമോ എന്നുള്ള പേടിയുണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഈ വെള്ളത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക വേണം. വെള്ളം ആരുടെയെങ്കിലും പറമ്പിൽ കൂടെ പോകണമെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി പഞ്ചായത്ത് തലത്തിലോ അല്ലാണ്ട് ഏത് ഭരണകൂട തലത്തിലോ എന്തെങ്കിലും ഒരെണ്ണത്തിൽ കണ്ടുപിടിച്ച് തരണമെന്ന് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ്. അല്ല, ഈ വെള്ളക്കെട്ട് കാരണം വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പിന്നെ വരാതെ നമ്മൾക്ക് ജീവിക്കണ്ടേ? നമ്മളെ ഈ പണിയെടുത്തിട്ടല്ലേ ജീവിക്കുക. അപ്പം അതിനനുസരിച്ച് ഞങ്ങളിങ്ങനെ വരികയാണ്, വെള്ളത്തിൽ കൂടെ തന്നെ വരികയാണ്. പിന്നെ എന്താ ചെയ്യുക? അത്ര ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ചെയ്യണം, അല്ലാണ്ട് അത് നടക്കില്ല. ഞാനും ഈ കൂട്ടത്തിലെ ഈ ഒരു ഏരിയയിലെ പരിസരവാസിയാണ്. എൻ്റെ വീട് ഈ കാണുന്നതാണ്, 504 വീട്. മീനു എന്നാണ് വീട്ടുപേര്. ഞാൻ വന്നിട്ട് ഇവിടെ 10 വർഷമായി. പക്ഷേ ഈ 10 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നതും ഇപ്പോൾ മുൻപ് പറഞ്ഞ വ്യക്തി പറഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിഹാര മാർഗം ഇന്നും വരെ ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഒരു കളക്ട്രേറ്റിലോ പോയി നമ്മൾ നിവേദനം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം കാണാത്തൊരു രീതിയിൽ ഈ പ്രശ്നങ്ങൾ വർഷം തോറും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയതായിട്ടുള്ള ഒരു ഹോസ്റ്റൽ വന്നിട്ട് പോലും ഈ കാണുന്ന മെമ്പർക്കോ പഞ്ചായത്ത് തലത്തിലോ ഒരു നടപടി എടുക്കാൻ എന്താണ് ഇത്രയും അമാന്തം എന്നുള്ളതാണ് അറിയാത്തത്. അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ഈ എന്താ പറയുക ഓൺലൈനിൽ വരുന്ന ഭക്ഷണ പൊതികളുമായിട്ട് വരുന്നവർക്കും കൂടെ ബുദ്ധിമുട്ട് ഉണ്ട്. അവർ വണ്ടിക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ സാംക്രമിക രോഗങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. ചേച്ചി, അപ്പോൾ ഇവിടെ ഈ വെള്ളം കാരണം പാലോ ഒന്നും വരില്ല? റോട്ടിൻ്റെ അവിടെ പോകണം, ഇവിടേക്ക് പോകാനും പറ്റില്ല. ഇവിടേക്ക് വരില്ല, പാലൊന്നും വരില്ല. റോട്ടിക്ക് തന്നെ പോകണം. വെള്ളത്തേക്ക് നല്ലോണം കയറുമോ? അതാരുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.